ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. നമ്മൾ എന്താ പറയുക, വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കായിരുന്നു ഇറങ്ങിയത്. അവിടെ കറക്റ്റ് ടൈമിന് ഒരു 4 മണി 4:15 ആ ടൈമിന് തന്നെ കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കുറേ എന്താ പറയുക അറിയില്ലേ, നമ്മൾ ഭയങ്കര എൻജോയ് ആയിട്ടാണ് പോയത് കേട്ടോ. കാരണം ഞാൻ അടിച്ച് പൊളിച്ചിട്ട് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ്. കാരണം നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മാപ്പ് ഇട്ട് പോയിട്ട് കറക്റ്റ് ഒരു വഴിയും തെറ്റാണ്ട് ഒരു പട്ടവും പോലും തെറ്റാണ്ട് കറക്റ്റ് എത്തിയത്. അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഹെയിൽ നിന്ന് റൂവിയിലോട്ടേക്ക് പോണ റൂട്ടിലാണ് ഇറങ്ങിയത്. പിന്നെ ഈ കൊടിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഇവിടെ ഭയങ്കര ഉത്സവം പോലെയാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ പോലെയാണ് ഇവിടെ നാഷണൽ ഡേ. നമുക്കും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇവിടെ ഭയങ്കര എക്സ്ട്രീമാണ്. ഇവിടെ ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അങ്ങനെയാണ്. അപ്പം ഞാൻ ആ നാഷണൽ ഡേൻ്റെ അന്ന് അത് കഴിഞ്ഞ് 4 ദിവസത്തെ ഒരു വെക്കേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവിടെയും എവിടെ പോകണ്ടോ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇനി അങ്ങോട്ട് ഈ മല ബിൽഡിങ്ങൊക്കെ കുറവെന്നല്ല, ബിൽഡിങ്ങേ ഇല്ല. എന്താ പറയുക, ഈ ഒന്തവും ഈ മലയും കാര്യങ്ങളെ കാണാനുള്ളൂ. ഇതിപ്പോൾ ഇത്തി എന്ന് പറഞ്ഞ സ്ട്രീറ്റിൻ്റെ ഒരു ചെറിയൊരു സ്ട്രീറ്റാണത്. ആ സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഈ ഒരു റോഡ് കണ്ടപ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു, തെറ്റി വഴിയിൽ നിന്ന്. എന്താണെന്നറിയില്ല, അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റി. ഞങ്ങൾ ശരിക്കും വഴി തെറ്റി. ഇങ്ങനത്തെ എന്താ പറയുക, ഊഴുവഴിയിലൂടെ പോകുമ്പോൾ ഞങ്ങൾ മാപ്പ് പറ്റിക്കുന്നതെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേങ്കിൽ ഇനിയില്ല അങ്ങോട്ടുള്ള സ്ഥലം. ഞാൻ ലൈഫിൽ ഇത്രയും അഡ്വഞ്ചറായിട്ടുള്ള റോഡിലൂടെ പോയിട്ടില്ല. ഒന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞ നടക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തടന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വീണ് പോകും. അങ്ങനത്തെ ഒരു ഒന്തം പോരാഞ്ഞിട്ട് വളഞ്ഞ് പൊളഞ്ഞിട്ടുള്ളൊരു സംഭവം. എന്നിട്ട് അങ്ങനെ എന്താ പറയുക, പോരാഞ്ഞിട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു എന്തോ ഭാഗ്യത്തിന് അറിയത്തില്ല, അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ അവിടെ എത്തിയ ആ ഒരു സ്പേസിൽ എൻ്റെ പൊന്നോ ജനത്തിരക്കായിരുന്നു. അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഒരു താണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെയും വിചാരിക്കാം വഴി തെറ്റി. മാപ്പിൽ അടിപൊളിയായിട്ട് കറക്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് തെറ്റുമോ എന്താ അവസ്ഥ എന്നറിയില്ല, പോവുക തന്നെ. ഇനി അങ്ങോട്ട് ഒരു ബിൽഡിംഗ് പോലും നിങ്ങൾ കാണത്തില്ല. ഒരു 5-6 കിലോമീറ്റർ മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു. വല്ലപ്പോഴും ചെറിയൊരു വീട് പോലെയോ അങ്ങനെയൊക്കെ കണ്ടെന്നല്ലാണ്ട് ഇതേപോലെ വീടെന്നറിയില്ല, ഇതിങ്ങനെ എന്താണെന്നറിയില്ല. ഈ ജില്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാദി എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് തോട് പോലെ പറയുന്നത്. പക്ഷെ ഇപ്പൊ വരണ്ട ഇടങ്ങനെയാണ്, പാറകല്ല് മാത്രമേ ഉള്ളൂ. ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് ഈ സൈഡിലല്ലേ, അല്ല ഇതിന്റെ തൊട്ട് താഴെ ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം
ഒരു സൈൻ ബോർഡെങ്കിലും ഒക്കെ സൈൻ ബോർഡ് ഉണ്ട്, ചിലടത്ത് സൈൻ ബോർഡ് ഇല്ല, അല്ലെങ്കിൽ റിഫ്ലക്ടർ എങ്കിലും കാണുന്നെങ്കിൽ കൂടി ഇല്ല ഇവിടെ ഇരുന്നിട്ട്. ഇതിന്റെ മീനിങ് എന്തുവാ? റോഡ് ടൈറ്റ് ആവണെന്ന് എന്തെന്നൊക്കെയാ. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഉണ്ട്, പക്ഷെ പോകുന്ന വഴിക്ക് വണ്ടിയൊക്കെ കുറവായിരുന്നു. പോകുന്ന വഴിയൊക്കെ കുറച്ച് പേടി ഉണ്ട്, എന്തെങ്കിലും സംഭവിച്ചാൽ ഹെൽപ്പ് ലൈനിൽ വിളിച്ചാൽ വരും, പക്ഷെ കുറേ ടൈം എന്തായാലും എടുക്കും. ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പാട്ടൊക്കെ വെച്ച് എൻജോയ് അടിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ പാട്ടൊന്നും വെക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ എന്തോ സാൻഡോ അങ്ങനെ ജില്ലി അങ്ങനത്തെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ച് 2-3 വണ്ടിയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളെപ്പോലെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറേ ആൾക്കാരുടെ വണ്ടി, അത്രേ കുറേ ഉള്ള 2-3 വണ്ടി അങ്ങനെ. ഗൈസ് നമ്മൾ ഏകദേശം എത്താറായി. ഇനിയിപ്പോൾ 6 കിലോമീറ്ററേ ഉള്ളൂ. വരുന്ന വഴി എൻ്റെ പൊന്നെ എന്ത് രസമുണ്ടായിന്. ഭയങ്കര അപകടം നിറഞ്ഞതാണ്. കാരണം ഒന്നോ കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള റോഡൊന്നും നമുക്ക് കാണാനേ പറ്റൂല. അപ്പം അങ്ങനെയൊക്കെ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവരെ ഫാം ഹൗസ് എന്നൊക്കെ പറയൂലേ, അതാണ് അവര് വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. എന്നാലും ഇവിടെയൊക്കെ വന്ന് നിൽക്കുമെന്ന് എനിക്ക് അറിയാമല്ലോ. ഒരു ടെന്റ് അടിച്ച് താമസിക്കാൻ തോന്നില്ലേ? ആ ഒരു ഫീൽ ഉണ്ട്. ആ പിള്ളേർ ഒമാനി പിള്ളേരാണെന്ന് നോക്കണം, കുഞ്ഞു പിള്ളേര് തന്നെ പനയുണ്ട്. ഒരു വല്ലാത്ത ഫീലിംഗ് അല്ലേ? പബ്ജിയിൽ ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ട്, അറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലാൻ കുറെ ആൾക്കാരെ കിട്ടുന്നല്ലേ, അയ്യല്ല കൊറേ കഷ്ടപ്പെട്ട് കിട്ടുന്ന ആൾക്കാരല്ലേ കൊല്ലാൻ വേണ്ടിട്ട്. അപ്പം എന്താണ് എന്തോ ഞാൻ പറയാൻ വേണ്ടി വന്നായിരുന്നു. ബീച്ചിന് സൈഡ് എത്തിയാൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല. തിരക്കായിരിക്കോ? തിരക്കാവാൻ ചാൻസ് ഉണ്ട്. ഈ പോണവരെല്ലാം ബീച്ചിലോട്ട് പോണതാണ് ഈ 4 മണിക്ക്. നമ്മളെ പോലെ കൈമീശി പോണവരല്ല, അവര് പ്രോപ്പറായിട്ട് ഫുഡും സാധനങ്ങളും പിന്നെ അതേപോലെ പ്രോപ്പർ കുളിക്കാൻ പോണ ടീംസാണ്. നമ്മള് കാല് നനയ്ക്കാൻ പോണ ടീംസ് അല്ലേ? മേ ബി ചിലപ്പം കുളിക്കാം ഞാൻ. പക്ഷെ നമ്മൾ പ്രോപ്പർ കുളിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം. ഇനി 3 കിലോമീറ്ററേ ഉള്ളൂ ഗൈസ്, 3 കിലോമീറ്റർ. അപ്പം എന്നാലും ഈ റൂട്ട് പോകുന്ന ആൾക്കാർ എന്തായാലും അങ്ങോട്ടായിരിക്കും അല്ലേ. തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ വെക്കേഷന് ഇവിടെയൊക്കെ ടെന്റ് അടിച്ച് അടിപൊളിയായിരിക്കും അല്ലേ. നല്ലൊരു കൂളിങ്. അത് AC ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അയ്യാ അപ്പോൾ ഗൈസ് ഞാൻ എന്തിനാ എക്സൈറ്റഡ് ആയെന്ന് എനിക്കെന്നെ അറിയത്തില്ല. എന്തായാലും ആടുകൾ കുറച്ചധികം ഉണ്ട്. ഇവിടെയൊക്കെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മേയാൻ വിട്ടതായിരിക്കും. പിന്നെ എന്താ ഞങ്ങളിവിടെ നിർത്താൻ നോക്കി, പക്ഷേ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു. പിന്നെ ആട് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളും അങ്ങോട്ടൊക്കെ അങ്ങ് വേഗം തന്നെ വിട്ടു. ബാക്കിൽ നിന്ന് ഹോണ് ഭയങ്കര ഇതായതുകൊണ്ട് ഞങ്ങൾ വിട്ടു വേഗം. നമ്മൾ ഏകദേശം എത്താറായി. അപ്പം ഇവിടെ ഒരു ജസ്റ്റ് ഒരു പള്ളിയും ഒരു ഫുഡ് കഴിക്കേണ്ട സ്റ്റോറും ഐ മീൻ ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ചെറിയ ഹൈപ്പർ മാർക്കറ്റല്ല, ഒരു ചെറിയൊരു കട അങ്ങനത്തെയും ഫുഡിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. ഇപ്പാണ് ഒരു കടയും ഇതൊക്കെ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടത്. അതെ ഏകദേശം ഈ ഒരു ഇവിടെ എത്തിയാലേ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഒരു കഫേ ഉണ്ട്. പിന്നെ ഇതാ ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയത്. പമ്പുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്നായിരുന്നു കഴുതേനെ കണ്ടായിരുന്നു. കുറേ ഉണ്ട്, കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കണം കണ്ടാവും. കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ മേയാൻ വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ഫാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആടും കഴുതയൊക്കെ. ഇത്ര നേരവും ഒരു വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 21 ഡേറ്റ്. ഇവിടെ പിന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് വെക്കേഷനാണ്. പോരാഞ്ഞിട്ട് നാളെയും മറ്റന്നാളും വെള്ളിയും ശനിയും. അതുകൊണ്ട് അടുപ്പിച്ച് 4 ദിവസം കിട്ടിയതുകൊണ്ട് എല്ലാവരും എൻജോയ് വെക്കേഷൻ പോലെ തന്നെ ആയില്ലേ, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴുത നിങ്ങൾ കാണുന്നുണ്ട്. ഇത്ര
ദൂരെയാണ്. ഗൈസ് നമ്മൾ എത്താറായി. മാപ്പിൽ ഒരു നീല കളറൊക്കെ കാണുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കാണാൻ എങ്ങനെയായിരിക്കും. ഞാൻ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഇവിടെ പിന്നെയും കഴുത ഗൈസ്. ഇപ്പൊ വരെ രണ്ടും കഴുത നമ്മളെ പോലെ പാവല്ലേ, ബുദ്ധിയില്ലല്ലോ. പിന്നെ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും കുന്നും മലയോ ആയിട്ട് പെട്ടെന്നൊരു ഇതാ വെള്ളം വന്ന് അല്ലല്ല ഇതുണ്ട് മാപ്പിന്റെ അത് കണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത്. അപ്പം ഗായ്സ് നമ്മൾ എന്താ പറയുക, നമ്മൾ പ്ലാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളായിട്ട് ഡ്രോപ്പ് ചെയ്തതല്ല. അവിടെ കണ്ട ഒരു വാച്ച്മാനും കാര്യങ്ങളൊക്കെ കണ്ടോ. അവിടെ അവർ പറഞ്ഞു അവിടെ എന്തോ അകത്തെന്തോ പരിപാടി മീൻസ് പണിയും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ നേരത്തെ ഒരു ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് അവർ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകത്തില്ല. അങ്ങനെ നമ്മുടെ പായ അങ്ങോട്ട് മടക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് ജസ്റ്റ് നടക്കാം. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ കഴുത കണ്ട 2 കഴുത. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ട് 2 ഫാമിലി എന്താ പറയുക, 2 വണ്ടിയിലായിട്ട് 2 ഫാമിലി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അവർ എൻജോയ് ആക്കുമായിരുന്നു. പിന്നെ നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോയില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്താ പറയുക, വലിയ മീനിൻ്റെ തല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ജസ്റ്റ് കണ്ട് ജസ്റ്റ് അവിടെ കുറച്ച് നേരം നിന്നില്ല. കുറേ അവർ എൻജോയ് ആക്കിയല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് എനിക്ക് ഈ ഒരു ഏരിയ കാണുമ്പം അഹാന കൃഷ്ണൻ അഭിനയിച്ച ലോക്കിയാണ് ഓർമ്മ വരുന്നത്. ഈ ഒരു ഏരിയ കാണുമ്പോൾ അവരൊക്കെ ചടീൻ്റെ അകത്ത് വീഴുന്നില്ലേ. അപ്പോൾ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ അടുത്ത ലൊക്കേഷന് തിരയുവാണ്. പിന്നെ നമ്മൾ കുറേ നോക്കിയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചു. നല്ല കാറ്റുണ്ട്. വാ, അടുത്ത ഏതോ ലൊക്കേഷൻ തിരയുകയാണ് ഗായ്സ്. ഹോട്ടൽ, പക്ഷെ ഇവിടെയൊക്കെ എത്തുന്നെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതുവഴി ഇങ്ങനെ കയറി ഈ റോഡ് വഴി ഇങ്ങനെ പോയി ഇവിടെ ബീച്ചായിരുന്നു, ഇട്ടി ബീച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഈ ഒരു ബീച്ചിനെ പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. ഐ മീൻ ഇങ്ങനെ പച്ച കളറുള്ള വെള്ളം, നമ്മളെ നാട്ടിലൊക്കെ നീല കളർ അങ്ങനെയാണല്ലോ. അപ്പം അതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതങ്ങ് മാറി കിട്ടി. അപ്പോൾ അന്ന് വേഗം വന്നപ്പം കുറച്ച് ഇരുട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിന് എത്തിയത്. ഇവിടെ നല്ല വെളിച്ചവും കാര്യങ്ങളും, സൂര്യൻ പോയിക്കില്ല, ഇവിടെ എവിടെയോ ഉണ്ട്, കാണുന്നില്ല, മലേൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോയെന്ന് നോക്കട്ടെ. വ്യൂ പോയിന്റിലേക്ക് പോയാലോ? അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു പ്ലാനിങ്ങിലെത്തി ഒരു സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്താം. അതിന് മുന്നേ ഇത് കണ്ടു ഞാൻ സൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൈൻ കമ്പി കണ്ടോ. ഈ ഒമാനിൽ ഞാനിവിടെ ചിലയിടത്ത് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്താ പറയുക, മണ്ണിൻ്റെ അടിയിലൂടെയാണ് ലൈൻ വലിച്ചിരിക്കണത്. ഇവിടെ കറണ്ടൊക്കെ പോകുന്നത് ഭയങ്കര അപൂർവമാണ്. ഞാൻ ഈ 2 വർഷമായി ഇവിടെ. അപ്പം ഞാൻ ഒറ്റ വട്ടമാണ് കറണ്ട് പോയിട്ട് ഞാൻ കണ്ടതുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അടുത്ത ഒരു 3rd പാർട്ടായിട്ട് ഞാൻ വരും. കാരണം ഭയങ്കര ടു ലോങ് ആയിരിക്കും ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ 3ാമതൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ബൈ ബൈ.